ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചേരമാൻ പെരുമാളുടെയും അതേപോലെയുള്ള പെരുമാളന്മാരുടെയും ഭരണകാലമുണ്ടായിരുന്നു. അതേ ക്രമത്തിൽ തന്നെ സാമൂതിരി മഹാരാജാക്കന്മാർ ഇവിടെ രാജ്യം ഭരിക്കുന്നു. ആ കാലത്ത് ഇവിടെ സാമുദായിക സൗഹാർദ്ദം നിലനിന്നതാണ്. ആ സൗഹാർദ്ദം, സാമുദായിക സൗഹാർദ്ദം ഇവിടെ യാതൊരു വർഗീയതയും പാടില്ലാത്താണ്. അന്ന് ഒരുവിധ വർഗീയതയും ഈ രാജ്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്നത് പരമാർത്ഥമാണ്. ഒരു വിധത്തിലുള്ള ഒരു വർഗീയതക്കും ഇവിടെ സ്ഥാനമുണ്ടായിരുന്നില്ല. ഈ കാര്യം ശരിക്ക് നാം ഉണരേണ്ടതുണ്ട്. ആ ശരിയായ സാമുദായിക സൗഹാർദ്ദം, ചുരുക്കി പറഞ്ഞാൽ ഇവിടെയുള്ള ഹിന്ദു മുസ്ലിം മൈത്രി, അത് ഇവിടെ നിലനിൽക്കണമെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നിലനിൽക്കണം. അതല്ലെങ്കിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനെ കൊണ്ട് മാത്രമേ സാമുദായിക മൈത്രി ഈ രാജ്യത്തിൽ നിലനിർത്താൻ കഴിയുകയുള്ളൂ. ഇവിടെ നോക്കൂ നിങ്ങൾ, നമുക്ക് മാനാഞ്ചന കുളം കാണാം. അതെങ്ങനെ നിലവിൽ വന്നു? അതിനെങ്ങനെ ആ പേര് സിദ്ധിച്ചു? ആ സ്ഥലത്ത് ശുദ്ധജലം ഉണ്ടെന്ന് സയ്യിദ് ജിഫ്രി തങ്ങളവർകൾ പറഞ്ഞു. അതിന് വേണ്ട ചിലവുകൾ ഞാൻ വഹിക്കാമെന്ന് ടിപ്പു സുൽത്താൻ കേട്ടു. അതിന് വേണ്ട സ്ഥലം സാമൂതിരി മാനവിക്രമൻ തമ്പുരാൻ നൽകി. അതിന് നാമകരണം മാനാഞ്ചിറ എന്ന് പേരും കൊടുത്തു. ഇത് എന്ത് സൗഹാർദ്ദമാണിത്? സൗഹാർദ്ദമല്ലേ ഇത്? ഈ നിലക്കുള്ള സാമുദായിക സൗഹാർദ്ദം ഇവിടെ നിലനിൽക്കണമെങ്കിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് അതിനെ കൊണ്ട് മാത്രമേ സാധ്യമാവൂ എന്ന് ഈ രാജ്യത്തിൽ ഉള്ള മുഴുവൻ ജനവിഭാഗവും മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, ബാഹർ വലിയുള്ള അയ്യപ്പസ്വാമി, ഈ രണ്ടു പേരുടെയും സൗഹാർദ്ദ നിധി എന്തായിരുന്നു എന്ന്? ഒന്ന് വലിയ ബാഹിയാണ്, മറ്റതേ സാഹിയാണ്. അവർ രണ്ടും ഇന്നും ചരിത്ര പുരുഷന്മാരല്ലേ? ഈ നിലക്കുള്ള സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ ശരിയായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് മുസ്ലിം സമുദായത്തിൽ ഉള്ള ശരിയായ വിശ്വാസം ഉള്ള ജനങ്ങൾ, ആ ജനങ്ങളെ കൊണ്ട് മാത്രമേ സാമുദായിക മൈത്രി ഈ രാജ്യത്തിൽ നിലനിർത്താൻ കഴിയൂ എന്നത് ഒരു പരമാർത്ഥമാണ്. വർഗീയതയ്ക്ക് ഈ രാജ്യത്തിൽ വളർച്ച സിദ്ധിക്കണമെങ്കിൽ ഇവിടെ എന്ത് വേണം? അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്